ഹലോ എവ്രി വൺ, നമ്മൾ ജിദ്ദയിലെ ഹിസ്റ്റോറിക് സിറ്റിയായ ബലദിലേക്ക് ഈദിൻ്റെ സമയത്ത് പോയതാണ്. ഈദിൻ്റെ സമയമായതുകൊണ്ട് തന്നെ കുറേ അധികം ഫുഡ് സ്റ്റോളും ആക്ടിവിറ്റീസും ഒക്കെ ഉണ്ടായിരുന്നു. ഇവർ പാട്ട് പാടുന്നത് കാണുമ്പോഴും കേൾക്കുമ്പോഴും ഇവർ പ്രൊഫഷണൽ സിംഗേഴ്സാണെന്ന് തോന്നുന്നുണ്ടെങ്കിലും ഇവരിവിടെ ഫുഡ് സ്റ്റോളാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഫുഡ് സ്റ്റോളിലേക്ക് ആൾക്കാരെ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു പാട്ട് പാടുന്നത്. പക്ഷെ നല്ല അടിപൊളിയായിട്ട് പാട്ട് പാടുന്നുണ്ട്. നമ്മൾ മെയിനായിട്ട് കണ്ടത് കുനാഫ പോലത്തെ സ്വീറ്റ്സും ഈ സാധനമാണ്. ഇത് കിബ്ദ എന്നാണ് ഇതിൻ്റെ പേര്. ഇതൊരു ഈജിപ്ഷ്യൻ സ്റ്റൈൽ സ്ട്രീറ്റ് ഫുഡാണ്. ബീഫിൻ്റെയോ ലാമ്പിൻ്റെയോ ലിവർ വെച്ചിട്ട് ഫില്ല് ചെയ്തിട്ടുള്ളൊരു സാൻഡ്വിച്ചാണ് ഇത് പക്ഷേ ലിവർ ആയതുകൊണ്ട് എനിക്ക് അത്ര ടേസ്റ്റി ആയിട്ട് തോന്നിയില്ല. പക്ഷേ ഇവിടെ നിന്ന് ഏറ്റവും കൂടുതൽ എല്ലാവരും ക്യൂ ഒക്കെ നിന്നിട്ട് വാങ്ങുന്നുണ്ടായിരുന്നത് ഈ സാധനമാണ്. കുറേ നീണ്ടു കിടക്കുന്ന കുറേ അധികം ഫുഡ് സ്റ്റോളുകൾ ഇവിടെ ഉണ്ടായിരുന്നു. ഇതിൽ മെജോറിറ്റി സ്റ്റോളിലും ഉണ്ടായിരുന്നത് ഈ കിബ്ദയാണ്. പിന്നെ കുറേ സ്വീറ്റ്സ്, പിന്നെ ഉപ്പിലിട്ട കുറേ സാധനങ്ങൾ, പിന്നെ കുറച്ച് ജ്യൂസസ് അങ്ങനത്തെയൊക്കെയാണ് ഉണ്ടായിരുന്നത്. എന്ത് തന്നെ ആയാലും വളരെയധികം വൃത്തിയോടുകൂടി ഇവിടുത്തെ ഫുഡ് സ്റ്റോളുകളൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് കഴിക്കാനൊന്നും ഒരു പ്രയാസം തോന്നില്ല. പിന്നെ കുറേ ഡ്രസ്സിൻ്റെ സ്റ്റോളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ വെറുതെ എല്ലാത്തിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഒന്ന് നടന്നു. നമുക്ക് പറ്റിയ ടൈപ്പുള്ള ഡ്രസ്സൊന്നും ഉണ്ടായിരുന്നില്ല. അതുപോലെ പ്രത്യേക തരം അത്തറിൻ്റെ സ്റ്റോളൊക്കെ ഉണ്ടായിരുന്നു. ഒരു കല്ല് പോലത്തെ സാധനം കുറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതെന്താണെന്ന് നമുക്ക് മനസ്സിലായില്ല. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു അത് കാണാൻ. കുറേ പച്ച, മഞ്ഞ, നീല കളറിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അത് കുറച്ച് നേരം നോക്കി നിന്നു. ഇത് നമ്മൾ ഈദിൻ്റെ സമയത്ത് പോയത് കൊണ്ടാണ് ഇത്ര അധികം സ്റ്റോളുകളും ഇത്ര അധികം തിരക്കും. അല്ലെങ്കിൽ ഇത്ര അധികം സ്റ്റോളൊന്നും ഉണ്ടായിരിക്കില്ല, ഫുഡ് സ്റ്റോളൊന്നും അധികം ഉണ്ടായിരിക്കില്ല. പക്ഷെ തിരക്കിന് വലിയ കുറവൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ 2 പ്രാവശ്യം പോയപ്പോഴും നമ്മൾക്ക് മ്യൂസിയം കാണാനായിട്ട് പറ്റിയില്ല. ഈദിൻ്റെ സമയമായതുകൊണ്ട് തിരക്ക് കാരണം മ്യൂസിയം ക്ലോസ് ചെയ്തിരിക്കുകയായിരുന്നു. അതിന് മുന്നേ പോയത് ഫ്രൈഡേ ആയിരുന്നത് കൊണ്ടും മ്യൂസിയം ക്ലോസ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം പോയതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് ഇത്തിരി പകൽ നേരത്താണ് പോയത്. കാഴ്ചകൾ വളരെയധികം വ്യത്യാസമാണ്. അത് കണ്ടിട്ടില്ലാത്തവരൊന്ന് കണ്ടു നോക്കൂ. ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ഗോൾഡ് സൂക്കിൽ കൂടെയാണ്. സൂക്ക് എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് എന്നാണ് അർത്ഥം. ഇവിടെ ഇരിക്കുന്ന ഗോൾഡിൻ്റെ ഓർണമെൻറ്റ്സ് നമ്മളെ ശരിക്കും അമ്പരപ്പിക്കും. ഇത് നമ്മുടെ ആനയ്ക്ക് നെറ്റിപ്പട്ടിടുന്ന പോലത്തെ അത്രയും വലിയ ഓർണമെൻറ്റ്സ് ആണ്. ഈ ഒരു സ്ട്രീറ്റ് ഫുൾ ഗോൾഡിൻ്റെ ഓർണമെൻറ്റ്സ് മാത്രമുള്ള കടകളാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ നോക്കി വരുമ്പോൾ നമുക്ക് പരിചയമുള്ളൊരു ലോഗോ കണ്ടു. അത് നമ്മുടെ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ ആയിരുന്നു. അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. ഇത്രയും വലിയൊരു സ്ഥലത്ത് നമ്മുടേന്ന് പറയാൻ പറ്റുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ചെറിയ കടയാണെങ്കിലും. പിന്നെ നെക്സ്റ്റ് അടുത്ത സൈഡിലേക്ക് നോക്കിയപ്പോഴാണ് വലിയൊരു ബിൽഡിംഗ് ഫുൾ മലബാർ ഗോൾഡിൻ്റെ ആണെന്ന് മനസ്സിലായത്. നമ്മുടെ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന് ഇവിടെ സൗദി അറേബ്യയിൽ ഇത്ര പിടിയുണ്ടെന്ന് ഇത് കണ്ടപ്പോഴാണ് മനസ്സിലായത്. അതിനുശേഷം നമ്മൾ റോട്ടിൽ ഇറങ്ങിയപ്പോൾ കണ്ട കാഴ്ചയാണ്. ഇത്രയും വണ്ടികൾ ഇത്രയും സ്പീഡിൽ വരുന്ന സ്ഥലത്ത് ഇതുപോലത്തെ കസരത്തുകളൊക്കെ പിള്ളേർ കാണിക്കും. പിള്ളേർ മാത്രമല്ല, വലിയവരും ഇവിടെ കാണിക്കും. പിന്നെ നമ്മൾ പോണ വഴിക്ക് ദൂരെ ഒരു പള്ളി കാണിച്ചിട്ട് ജിഷ്ണു പറഞ്ഞു ഇതാണ് തലവെട്ട് പള്ളിയെന്ന്. തലവെട്ട് പള്ളിയെന്ന് ഞാൻ ആദ്യം കേട്ടപ്പോൾ വിചാരിച്ചു വല്ല ആടിൻ്റെ എങ്ങാൻ തലവെട്ടണതായിരിക്കുന്നു. പിന്നീടാണ് മനസ്സിലായത് ഇത് മനുഷ്യൻ്റെ തന്നെ തലവെട്ടണ ഒരു പള്ളിയാണ്. ക്രിമിനൽസ് ആയിട്ടുള്ള ആൾക്കാരുടെ തലകൾ ഇങ്ങനെ പൊതുമധ്യത്തിൽ വെച്ചിട്ട് വെട്ടണ ഒരു പള്ളിയാണ് അത്. പക്ഷേ ഇപ്പം അതുപോലത്തെ പ്രാകൃതമായ രീതികളൊന്നുമില്ല. പൊതുമധ്യത്തിൽ വെച്ചുള്ള തലവെട്ടലൊന്നുമില്ല. അപ്പോൾ അറബി നാട്ടിലെ കൂടുതൽ വിശേഷങ്ങൾ അറിയാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്കൊക്കെ ഇത് അയച്ചു കൊടുക്കും ചെയ്യാം. താങ്ക്